നമസ്തേ. അമേരിക്കയുടെ എലീറ്റായിട്ടുള്ള ഡെൽറ്റ ഫോഴ്സ് വെനിസ്വേലൻ തലസ്ഥാനമായ കാരക്കാസിൽ കടന്ന് അവിടുത്തെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും രായ്ക്കുരാമാനം അവരുടെ കിടപ്പറയിൽ നിന്ന് പിടിച്ചു കെട്ടിക്കൊണ്ടുപോയ ആ കാളരാത്രിക്ക് ശേഷം ലോകത്തിൻ്റെ ക്രമം ആകെ തെറ്റിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ കടന്നു പോകുന്നത് പുതിയൊരു ലോകത്തിലാണ്. അതായത് 2026 ലോകം ഏതാണ്ട് കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു. നേരത്തെ ഏകദേശം ഇങ്ങനെ ചരിഞ്ഞ് വരുന്നുണ്ടായിരുന്നു, ചരിഞ്ഞു നിൽക്കുന്ന പിസ ഗോപുരം പോലെ. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് അത് പൂർത്തിയായി തല കുത്തി നിൽക്കുന്ന ഒരു ലോകത്തിൽ, ക്രമം തെറ്റിയ ഒരു ലോകത്തിൽ ആണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിനെല്ലാം കാരണക്കാരൻ എന്ന് പറയുന്നത് നട്ടും ബോൾട്ടും ലെക്കും ലെഗാനും കടിഞ്ഞാണും എല്ലാം നഷ്ടപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ തന്നിഷ്ടപ്രകാരമുള്ള ചെയ്തികളാണ്. ഇത് ഞാൻ ഊന്നൽ നൽകി പറയുന്നത് അമേരിക്കയ്ക്ക് ഈ കാര്യത്തിൽ ട്രംപിനോട് അനുകൂലമായിട്ടുള്ള മനോഭാവമല്ല ഉള്ളത് എന്നതുകൊണ്ടാണ്. അതിനെന്താണ് ഉദാഹരണങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയിൽ ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭങ്ങളാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ് ട്രംപ് ഈസ് നോട്ട് കിങ് എന്നുള്ള ബാനറുമായിട്ട് അമേരിക്കയിൽ നടന്ന ഒരു പ്രകടനം. പക്ഷേ അത് ഫോക്കസ്ഡ് ആയിരുന്നു. അത് ഒരു നഗരത്തിൽ മാത്രം ഒതുങ്ങിയ ഒരു പ്രക്ഷുബ്ധമായ പ്രക്ഷോഭമായിരുന്നു. എങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിശക്തമായ പ്രക്ഷോഭങ്ങളാണ്. അത് തുടർന്നു വരികയാണ്. അമേരിക്കയുടെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതായത് ഇൻഡ്യാനാപോളിസ്, അറ്റ്ലാന്റ, സൗത്ത് കാരോലിന, കൊളറാഡോ, ഷിക്കാഗോ, ലോസ് ഏഞ്ചലസ്, ന്യൂയോർക്ക് തുടങ്ങിയ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം ഇവിടെ ആൻറ്റി വാർ റാലി എന്നുള്ള പേരിൽ ഉള്ള റാലി നടന്നുകൊണ്ടിരിക്കുകയാണ്. നോ ബ്ലഡ് ഫോർ ഓയിൽ എന്നുള്ളതാണ് അവർ ഉയർത്തുന്ന മുദ്രാവാക്യം. പണ്ട് സമാനമായ രീതിയിൽ ഇതിലും ശക്തി കുറഞ്ഞ പ്രകടനം നടന്നിരുന്നു ലോക തലസ്ഥാനങ്ങളിലെല്ലാം. അത് ഇറാഖിനെ ഇതേമാതിരി തന്നെ അമേരിക്ക കീഴടക്കാൻ ശ്രമിച്ചപ്പോഴാണ്. അത് ബുഷിൻ്റെ ഭരണകാലത്തായിരുന്നു. അന്ന് ലോകമാകെ ബാനറുകൾ ഉയർന്നു. ഇനി കേരളത്തിലും ഉണ്ടായിരുന്നു. വാർ ഈസ് ടെറർ, യുദ്ധം ഭീകരതയാണ് എന്ന ബാനറുകളാണ് അമേരിക്കയെ എതിർത്തുകൊണ്ടുള്ളതായിരുന്നു. അത് 2000-ലാണ് നടന്നത്. അതിനുശേഷം ഇത്രമാത്രം അമേരിക്കയെ പിടിച്ചു കുലുക്കുന്ന ഒന്ന് അമേരിക്കയ്ക്കുള്ളിൽ അമേരിക്കക്കാർ തന്നെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മുടെ മാധ്യമങ്ങളിലൊന്നും അതിൻ്റെ വാർത്തകൾ വലുതായിട്ട് വരുന്നില്ല. നമുക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന പത്രമായിട്ടുള്ള ദ ഗാർഡിയൻ, ദ ടൈംസ്, അതുപോലെ തന്നെ ന്യൂയോർക്ക് പോസ്റ്റ് തുടങ്ങിയ പത്രങ്ങളിലെല്ലാം ഇതിൻ്റെ വാർത്തകൾ ധാരാളമായിട്ട് പ്രചരിക്കുന്നുണ്ട്. അവിടെ ആക്രമണ സ്വഭാവത്തിലേക്ക് തന്നെ ചിലപ്പോൾ ഈ പ്രകടനങ്ങൾ മാറുന്നു. ആളുകൾ അസ്വസ്ഥരാണ്, അമേരിക്ക അസ്വസ്ഥമാണ്. ഈ ചെയ്തികളെ ഡെമോക്രാറ്റിക് പാർട്ടി, ഏതാണ്ട് അമേരിക്കൻ ജനഹിതത്തിൻ്റെ പകുതി വരുന്ന അംഗീകരിക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടി ഇതിനെ അംഗീകരിക്കുന്നില്ല. ജനപ്രതിനിധികൾ പലരും ഇപ്പോൾ പ്രതിഷേധിച്ചു കഴിഞ്ഞു. എന്ന് മാത്രമല്ല, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായിട്ടുള്ള ആന്റോണിയോ ഗുട്ടറസ് ഇത്ര അതിരൂക്ഷമായ ഭാഷയിൽ ഇതുവരെ അമേരിക്കയെ വിമർശിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ലോകത്തിൻ്റെ സുരക്ഷിതത്വം കൂടുതൽ അപകടത്തിലായിരിക്കുന്നു അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായിട്ടുള്ള നടപടിയിലൂടെ എന്നാണ്. വാസ്തവമാണ്. അതായത് ഒരു പരമാധികാര റിപ്പബ്ലിക്കിനെ അമേരിക്കയ്ക്ക് ഇങ്ങനെ ആക്രമിക്കാൻ കഴിയുമെങ്കിൽ ലോകത്തിലെ ഒരു രാജ്യവും, ഐക്യരാഷ്ട്ര സഭയിൽ അംഗങ്ങളായിട്ടുള്ള ഒരു രാഷ്ട്രവും സുരക്ഷിതമല്ല. ഐക്യരാഷ്ട്രസഭ അവർക്ക് ഒരു സുരക്ഷിതത്വവും നൽകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രമേയത്തോടു കൂടി അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര സെക്യൂരിറ്റി കൗൺസിലിലും അതിശക്തമായ വിമർശനങ്ങൾ ഉണ്ടായി. പക്ഷേ ആ വിമർശനങ്ങളോടുകൂടി അവരുടെ നടപടി കഴിഞ്ഞു. കാരണം അത്രമാത്രം ദുർബലമാണ് ഐക്യരാഷ്ട്രസഭ. ഇങ്ങനെയുള്ള നടപടികളെ അല്ലെങ്കിൽ ഒരു യുദ്ധത്തെ തടയാനുള്ള പ്രാപ്തി
അതിൻ്റെ ലക്ഷ്യം അതായിരുന്നു, അതിനുവേണ്ടിയാണ് അത് സ്ഥാപിച്ചത്. ആ ലക്ഷ്യത്തിൽ അത് പരാജയപ്പെടുകയാണ് പലപ്പോഴും, ഇപ്പോൾ മാത്രമല്ല. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയല്ല മാത്രമല്ല ഇതുകൊണ്ട് തകരാൻ പോകുന്നത്. നാറ്റോ സഖ്യം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയെ പരാജയപ്പെടുത്താൻ വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും എല്ലാം ചേർന്ന് തയ്യാറാക്കിയ നാറ്റോ രാജ്യങ്ങൾ, ആ രാജ്യങ്ങളും ഇപ്പോൾ തകർന്നടിയാൻ പോവുകയാണ്. നാറ്റോ ഇല്ലാതാവാൻ പോവുകയാണ്. വാസ്തവത്തിൽ അതിന് പ്രസക്തിയില്ല. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതോടുകൂടി അതിൻ്റെ പ്രസക്തി തീർന്നതാണ്. എങ്കിലും ചില സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് തുടരുകയായിരുന്നു. അതും നശിക്കാൻ പോവുകയാണ്. നോക്കൂ, അതിൻ്റെയും കാരണഭൂതൻ ഈ ട്രംപ് തന്നെയാണ്. അദ്ദേഹത്തിന് ഗ്രീൻലാൻഡ് വേണം. എന്താ കാര്യം? അവിടെ പെട്രോൾ അല്ലാതെയുള്ള, ഫോസിൽ ഫ്യൂവൽ അല്ലാതെയുള്ള ഇന്ധനങ്ങൾക്ക് ആവശ്യമുള്ള ധാതുക്കളെല്ലാം ലഭ്യമാണ്. അപൂർവ ധാതുക്കൾ. ഇതുവരെ അമേരിക്ക അതിനുവേണ്ടി ആശ്രയിച്ചിരുന്നത് ചൈനയെയാണ്. വെനസ്വേലയെ ആക്രമിച്ചതോടുകൂടി ചൈന കടുത്ത ഭാഷയിലാണ് അമേരിക്കയെ അപലപിച്ചിരിക്കുന്നത്. കാരണം ചൈനയാണ് അവിടുന്ന് ഏറ്റവും കൂടുതൽ പെട്രോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. വെനസ്വേലയാണ് ലോകത്തിലെ ഏറ്റവും പെട്രോളിൽ സമ്പന്നമായ രാജ്യം. അതാണ് അമേരിക്കയുടെ താല്പര്യം, അല്ല അവിടുത്തെ ജനാധിപത്യമല്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമായി കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. അപ്പോൾ ചൈനയുടെ ഈ എതിർപ്പ് ഉള്ളതുകൊണ്ട് ഗ്രീൻലാൻഡിനെ ഇനി സൈനിക ശക്തി ഉപയോഗിച്ച് കീഴടക്കാനുള്ള ശ്രമമാണ് അവിടെ പെൻറ്റഗണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ക്യൂബയല്ല, അതുപോലെ തന്നെ കൊളംബിയയല്ല, മറിച്ച് ഗ്രീൻലാൻഡാണ്. കാരണം താല്പര്യം സാമ്പത്തികമാണ്, ജനാധിപത്യപരമല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഡെൻമാർക്കിൻ്റെ കീഴിലാണിപ്പോൾ ഗ്രീൻലാൻഡ് വരുന്നത്. ഡെൻമാർക്ക് ഒരു നാറ്റോ രാജ്യമാണ്. പറഞ്ഞത് അമേരിക്ക എങ്ങാണ് അവിടെ കാല് കുത്തിയാൽ അപ്പോൾ നാറ്റോ സഖ്യത്തിൽ നിന്ന് ഞങ്ങൾ പുറത്തു പോകും. യൂറോപ്യൻ യൂണിയനും അത് തന്നെ ആവർത്തിച്ചു. നാറ്റോ സഖ്യം ഞങ്ങളിനിയില്ല, അമേരിക്ക മാത്രമേ ഉണ്ടാവൂ പിന്നെ നാറ്റോ സഖ്യത്തിൽ. അതാണ് വരാൻ പോകുന്നത്. അപ്പോൾ ലോക പൊളിറ്റിക്സ്, ജിയോ പൊളിറ്റിക്സ് ആകെ തകർന്നടിഞ്ഞ് ഒരു പുതു ഭാഷ രചിക്കുകയാണ്, ഒരു പുതു ചരിതം രചിക്കുകയാണ്. അതിൻ്റെ വക്കിലാണ് ഇത് ചെന്നെത്തിയിരിക്കുന്നത്. ലോകക്രമം തെറ്റിയിരിക്കുന്നു. ക്രമം പോയി ഇപ്പോൾ ആക്രമണമായിരിക്കുന്നു. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാന വസ്തുത, ഇന്ത്യയിലെ ചില കോൺഗ്രസ് നേതാക്കന്മാർ കണ്ടോ വെനസ്വേലയിൽ നടന്നത് എന്ന് മോഡിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, പാഠം പഠിപ്പിക്കുന്നുണ്ട്. അവരൊരു കാര്യം മനസ്സിലാക്കണം. അവിടെ വെനസ്വേല എന്ന് പറയുന്നത് ഇടതുപക്ഷം ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ്. ആ ഇടതുപക്ഷം ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ് അമേരിക്കക്കെതിരെ അതിശക്തമായ നിലപാടെടുത്തതും ട്രംപിന് അവിടെ ഇടപെടേണ്ടി വന്നതും. അതുപോലെ അമേരിക്കക്കെതിരെ നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. ഈ ഇന്ത്യയിൽ ഇതുപോലൊരു ഇടപെടൽ നടത്താനാണ് രാഹുൽ ഗാന്ധി ചെന്ന് ബ്രൂക്ക്ലിൻ യൂണിവേഴ്സിറ്റി മുതൽ കരോലിന യൂണിവേഴ്സിറ്റി വരെ, അതുപോലെ തന്നെ ഫ്ലോറിഡ വരെ പ്രസംഗിച്ചു നടന്നത്. ആ ഇടപെടൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് വെനസ്വേല അല്ല, ഇന്ത്യ. തക്കതായിട്ടുള്ള മറുപടി കൊടുക്കാനുള്ള എല്ലാ സംരംഭങ്ങളും ഒരുക്കി വെച്ചുകൊണ്ടാണ് ഇന്ത്യ ഇരിക്കുന്നത്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് അങ്ങനെയൊന്നും നടത്തി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും വേറൊന്നും ചെയ്യേണ്ടി വരികയില്ല, ഒരു സംശയവും വേണ്ട. എന്ന് മാത്രമല്ല, റഷ്യയും ചൈനയും ഒന്നും പ്രവർത്തിക്കുന്നില്ല. പക്ഷേ അമേരിക്കയുടെ ആ നടപടി ഉണ്ടായപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇരട്ടി ചുങ്കം ഏർപ്പെടുത്തിയപ്പോൾ കണ്ടതാണ് അവരുടെ സൗഹാർദ്ദം, ആ സോളിഡാരിറ്റി വീണ്ടും വരും. അതോടുകൂടി തന്നെ അമേരിക്കയുടെ ഏകഛത്രാധിപത്യം തകരും. അതുകൊണ്ട് ഇങ്ങനെയൊന്ന് ട്രംപ്, നട്ടും ബോൾട്ടും പോയ ട്രംപ് ആലോചിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് നല്ല, ലോകത്തിന് തന്നെ നല്ലതായിരിക്കും. കാരണം ഈ അതിക്രമവാസന, കയറൂരി വിട്ട കാളയെപ്പോലുള്ള ഈ പരാക്രമം, ചുരമാന്തിയുള്ള ഈ ആക്രമണം അതോടുകൂടി തന്നെ തീരും. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ മുന്നണിക്കാരിൽ ചിലരെങ്കിലും ആശിക്കുന്ന അത്തരമൊരു ഇടപെടൽ ഉണ്ടാവുക രാഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള ആരോഹണത്തിലല്ല, മറിച്ച് നീതിയുക്തമായ ഒരു ലോകക്രമത്തിൻ്റെ ആരംഭത്തിലേക്കായിരിക്കും. കാരണം അതിനു വേണ്ടിയിട്ട് പ്രതിരോധം സൃഷ്ടിക്കാൻ ഇന്ന് സുശക്തമാണ് ഭാരതം എന്നുള്ള പാഠം ദയവായി ഇന്ത്യ മുന്നണി മനസ്സിലാക്കുക. അതോടുകൂടി മോദിയും ഇന്ത്യയും കൂടുതൽ ശക്തമാവുകയാണ് ചെയ്യുക. ഇപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്, കൊളംബിയയുടെ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ പറഞ്ഞു, ചുണയുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ, വെല്ലുവിളിച്ചിരിക്കുകയാണ്.
കാരണം അടുത്തത് കൊളംബിയ എന്ന് പറയുന്നുണ്ട്. അവിടെ മയക്കുമരുന്നിൻ്റെ കാർട്ടലുകളുടെ രാജ്യമാണത്. ആ രാജ്യത്തെയാണ് ആ മയക്കുമരുന്ന് കാർട്ടലിൻ്റെ അവിടുത്തെ രാജാവിൻ്റെ മകളെയാണ് കാണാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് രാഹുൽ ഗാന്ധി അങ്ങോട്ട് പോകുന്നത്, കൊളംബിയയിലേക്ക്. അതുകൊണ്ടാണ് ഇതുവരെ ഈ കാര്യത്തിൽ ഇന്ത്യ മുന്നണിയിലെ മറ്റാളുകൾ പരാമർശിക്കുന്നുണ്ടെങ്കിലും രാഹുൽ ഗാന്ധി ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അദ്ദേഹത്തിന് അവിടെ താല്പര്യമുണ്ട്. കൊളംബിയ രാജാക്കന്മാരെയെല്ലാം പിടിച്ചു കെട്ടിക്കൊണ്ട് പോകും, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ കൊല്ലും അമേരിക്ക. അപ്പോൾ അവിടെ രാഹുൽ ഗാന്ധിയുടെ ഇൻട്രസ്റ്റിന് താല്പര്യത്തിനൊരു സ്റ്റേക്ക് വരും. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഒന്നും മിണ്ടായിരിക്കും. എന്തായാലും ശരി, ഇന്ത്യ മുന്നണി എടുക്കുന്ന രാജ്യദ്രോഹപരമായിട്ടുള്ള നിലപാട് നമ്മുടെ രാജ്യത്തിന് നല്ലതല്ല. ഇങ്ങനൊരു കാര്യം വരുമ്പോൾ രാജ്യം ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കുകയാണ് ചെയ്യേണ്ടത്. അതിനെതിരെ അമേരിക്കയുടെ നടപടിയെ ലോക രാജ്യങ്ങളെല്ലാം തന്നെ വളരെ ശക്തമായ ഭാഷയിൽ അപലപിച്ചിരിക്കുമ്പോൾ, ഐക്യരാഷ്ട്രസഭ അപലപിച്ചിരിക്കുമ്പോൾ, അമേരിക്ക തന്നെ അപലപിച്ചിരിക്കുമ്പോൾ മറിച്ചൊരു നിലപാട് സ്വീകരിക്കുന്നത് കാലത്തോട് ചെയ്യുന്ന നീതികേടായിരിക്കും, കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിക്കാതെ ഉള്ളതായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. ABC ന്യൂസിനും മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത്, പറയാൻ അറിയാവുന്നതും. അതിന് ഹിന്ദിയും കൂടി ഉണ്ടൊരു ABC ഹിന്ദി ന്യൂസ് ചാനലുണ്ട്, ABC ഹിന്ദി ന്യൂസ്. അത് കാണുക. ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ABC ഹിന്ദി ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.